ഹലോ ഫ്രണ്ട്സ്, ആദി സ്ട്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് ഇട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഒരു 8 മണിക്കായി. വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എത്ര നേരമായി. അപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഫുഡ് പറഞ്ഞാൽ ചായ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഞാനെനിക്ക് എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അവിടെ ഒരു സ്നാക്സ് കടയിൽ നിന്ന് ഒരു ചെറിയ നോർമൽ ബർഗറും 2 സമൂസയും മേടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് വെറുതെ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു വട്ടം ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒന്ന് കൂടാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവൾ പറഞ്ഞില്ല. അപ്പോൾ ചേച്ചിയുടെ കേക്കും പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മോളും. അപ്പോൾ അവളിത് കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അവൾ കേക്ക് മുറിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടനോ അച്ഛനോ ചേച്ചിയുടെ ഏട്ടനോ അവരുടെ കേക്ക് മുറിച്ചു. അപ്പോൾ എൻ്റെ അമ്മയാണത്. അപ്പം അമ്മ കേക്ക് കൊടുക്കുകയാണ്. മോള് ഇരിക്കുന്നു കേട്ടോ ചേച്ചിയുടെ ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ മക്കളൊക്കെ പിന്നെ കേക്ക് കണ്ട പിന്നെ അതിൻ്റെ ചുറ്റോറം കൂടല്ലോ. അപ്പോൾ അതിൻ്റെ അച്ഛനാണ്. അപ്പോൾ മോളും പിന്നെ കേക്കൊക്കെ കണ്ടു നോക്കും. പിന്നെ അതുമ്മയ്ക്ക് ചാട്ടക്കായി. പിന്നെ അവൾക്കിപ്പോൾ ചെറിയ പ്രായമല്ലേ, അപ്പോൾ അത് കൊടുക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് പിന്നെ കൊടുക്കുകയും ചെയ്തില്ല. കണ്ട അവളേക്ക് നോക്കിക്കണ്. അവർ കേക്ക് മുറിച്ചു എല്ലാവർക്കും കൊടുത്തു. പിന്നെ മക്കൾ പിന്നെ കേക്കിൻ്റെ ചുറ്റോറിരിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ 2-3 കഷ്ണമൊക്കെ കൊടുത്ത് അങ്ങനെ എത്തി. അപ്പോൾ ഇനി നമ്മൾ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അവർ അൽഫാം മന്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ ചട്നിയും നല്ല അടിപൊളി റൈസും മയോണൈസും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ അൽഫാമൊക്കെ കഴിക്കൽ കുറവായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം എല്ലാവരും കൂടി എന്തായാലും അടിച്ചു പൊളിച്ചു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മളിതാ കഴിക്കാൻ പോവുകയാണ്. ഞാനും പിന്നെ ഒരു പീസ് അൽഫാമും ആക്കി റൈസും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുമ്പിൽ. ഞാനിപ്പോൾ കഴിക്കണ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.